അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇത് ഒരു വാല്യുബിൾ സെഷൻ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ നമ്മളെല്ലാവരും ഇവിടെ നാട്ടിൽ നിന്ന് വന്നാണ്, ഞാനും നാട്ടിൽ നിന്ന് വന്നാണ്. നമ്മളിവിടെ എത്തുന്നു, ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നു. ഈ ലൈഫിൽ ഒരുപാട് ചലഞ്ചുകൾ നമ്മൾ കാണുന്നുണ്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ചലഞ്ചുകളിലെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട് പോവാണ്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാനുള്ള സ്കിൽസ്, നമുക്കുള്ള സ്കിൽസ് തന്നെ ഉണ്ട്. ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിലാണ് ഞാൻ ആൾക്കാരെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടേണിംഗ് യുവർ സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് ഐഡിയാസ് ഇൻ ടു കരിയർ ഗ്രോത്ത് ആൻഡ് അഡീഷണൽ ഇൻകം വിത്തൗട്ട് ബേണിംഗ് ഔട്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ലാസ്റ്റ് വേർഡ്സ് ആണ്, വിത്തൗട്ട് ബേണിംഗ് ഔട്ട്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യണേ. അതാണ് സക്സസിന്റെ ബേസും. അതില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നാനില്ല, ഒരുപാട് ആൾക്കാർക്കും അത് തോന്നണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഹെൽപ്ഫുൾ, ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യാൻ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആയാൽ അത് എന്നെ സംബന്ധിച്ച് സക്സസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഓൾറെഡി നമുക്ക് അറിയാം, ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി ഞാൻ എൻ്റെ ഒരു ജേണി ക്വിക്ലി ഒന്ന് പറയാം. നിങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അറിയാത്തവരുണ്ടാവും, കണ്ടിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എൻ്റെ പേര് ടോണി ഗോപുരൻ. ഞാനും നിങ്ങളെ പോലെ ഇന്ത്യയിൽ നിന്ന്, നമ്മളെ എല്ലാവരും വന്ന പോലെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വന്നു. ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഇത് കേൾക്കുന്നു എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഇതുപോലെ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. അതാണ് നമ്മുടെ ലൈഫ് ഡെസ്റ്റിനേഷൻ നമ്മൾ വിശ്വസിക്കാനുള്ള. നമ്മളുടെ മനസ്സിലും ഗ്രോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, ഒരു ആഗ്രഹം അറിയാണ്ട് കിടക്കണ്ടാവും. എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ധൈര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോ ചിലവർ ധൈര്യം എടുത്ത് എക്സ്പ്ലോർ ചെയ്യും, അത് കറക്റ്റ് പാത്തിൽ കൂടെ പോകണമെന്നില്ല. അപ്പൊ ഞാൻ ആ തോട്ടിനെ എക്സ്പ്ലോർ ചെയ്തൊരു വ്യക്തിയാണ്, ആ ജേണി കൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ്. അപ്പോ അത് ആർക്കെങ്കിലും ഇപ്പൊ പ്രയോജനപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ കൂടി. അപ്പൊ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ബിസിനസ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ന്യൂസിലാൻഡിൽ. ഇവിടെ നമ്മുടെ മലയാളം മൂവീസ് ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. അപ്പൊ എല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിലായിട്ട് ബന്ധപ്പെടുമ്പോ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മലയാളം മൂവീസ് കാണാം. അന്ന് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയർ ആയിരുന്നു. ഒരു മലയാളം മൂവി റിലീസ് ആവുമ്പോൾ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു ന്യൂസിലാൻഡ് മലയാളം മൂവി ഓൾ ന്യൂസിലാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഞാൻ. അപ്പോ പല മൂവീസും കൊടുക്കുന്നുണ്ട്. അതിൽ കുറെ പൈസയും പോയിട്ടുണ്ട്. പക്ഷെ പൈസ പോണതല്ല നമ്മളുടെ ഇത്, അതിൽ നിന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര. നമ്മളുടെ ഫോക്കസ് പൈസയിലല്ലാതെ നമ്മുടെ സ്കിൽസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മളെ ഗ്രോ ചെയ്യിക്കും. അതിൽ നിന്ന് കിട്ടിയ എക്സ്പോഷർ ഭയങ്കരമായിരുന്നു. എനിക്ക് കിട്ടിയ നെറ്റ്വർക്കുകൾ ഭയങ്കരമായിരുന്നു. അതെല്ലാം നമ്മളിത് പറയുമ്പോൾ അതിന് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ അത് ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ IT ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് പണ്ടാണ് IT ബിസിനസ്. നാട്ടിലുള്ള കൂട്ടുകാരായിട്ട് ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള IT ഡെവലപ്മെന്റ് ഒന്നും ഉള്ള സമയത്തല്ല. അപ്പൊ അതും ചെയ്തിരുന്നു. പക്ഷെ അതിനും ഫ്ലോകൾ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോയില്ല. അപ്പൊ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം നിർത്തണമെങ്കിലും ധൈര്യം വേണം. അതായിരിക്കും ഏറ്റവും വലിയ ധൈര്യം നമുക്ക് വേണ്ടത്. അപ്പോ ഇതെല്ലാം പഠിച്ചു. അപ്പൊ IT ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് DHPL ഹോസ്പിറ്റലില്. നേഴ്സുമാരുടെ നിങ്ങൾ നേഴ്സിംഗ് ഫീൽഡിലുള്ളവരാണെങ്കിൽ അറിയാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കോമ്പറ്റൻസികൾ ചെയ്യുക, അങ്ങനെ ഒരു റോളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മെൻഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാർ ബിസിനസ്, വളരെ ഇമ്പോർട്ടിംഗ് ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങളോളം കോവിഡ് സർവൈവ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതാവുമ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു, എൻ്റെ സ്കിൽസിനെ ഇത് ചെയ്തു, ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നു. മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ് ഞാൻ ന്യൂസിലാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചലഞ്ചുകളാണ്, ഇതിലെല്ലാം അതിൻ്റെതായ ചലഞ്ചുകളുണ്ട്. അപ്പോ ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നതും ആർക്കെങ്കിലും ഒരാൾക്ക് ഗൈഡൻസ് ആവാൻ പറ്റിയാൽ അതിൽ ഞാൻ വാല്യൂ കാണുന്നതും.
പിന്നെ ഇപ്പോ ഞാൻ ടോണീസ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു സർട്ടിഫൈഡ് റിസൾട്ട്സ് കോച്ചിങ് ആണ്. അപ്പോൾ ഞാൻ പണ്ട് തുടങ്ങി ഞാൻ രക്ഷപ്പെടാണെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർ രക്ഷപ്പെടണം. അതെന്തോ അങ്ങനെയായിരുന്നു ഞാൻ. അത് നമ്മൾ വളർന്നു വന്നതിന്റെ ആണോ എന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള എനിക്ക് ആൾക്കാരെ സഹായിക്കുകയും വേണം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൽസിനെല്ലാം ഡെവലപ്പ് ചെയ്ത് ഞാൻ എഫേർട്ട് എടുത്ത് പഠിച്ച് സർട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. റിസൾട്ട്സ് കോച്ചിങ് ആണ്. റിസൾട്ട്സ് കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ അതെന്തോ ആയാലും അതിലേക്ക് എത്താനുള്ള വഴികളുണ്ട്. അതിനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് റോള്. അത് നമുക്കത് പിന്നീട് സംസാരിക്കാം. അതുപോലെ തന്നെ ഞാനൊരു ഹസ്ബൻഡാണ്, ഒരു 2 ചെറിയ കുട്ടികളുടെ ഫാദറാണ്. അപ്പോൾ ഈ ഫാമിലി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ടല്ല ഞാൻ അത് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇന്ന്. ഇനി ഞാൻ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെങ്കിലും ഇത് ലൈവ് ഉണ്ടോ അറിയാം, ലൈവ് ഓൺലൈൻ കാണുന്നവരോ ഇരിക്കുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിൽ സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ടോ? ബി ഓണസ്റ്റ്. ഉണ്ട്. വേറെ ആരെങ്കിലും തോന്നിയിട്ടുണ്ട്? ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. നമ്മൾ കംഫർട്ടബിൾ സോണാണ്. ലൈഫിൽ സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഏറ്റവും സേഫ് ആൻഡ് കംഫർട്ടബിൾ സോണാണ്. നമ്മളിവിടെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. ആരെങ്കിലും സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേർക്ക് ഉണ്ട്. ഇനി പറയാൻ ഉള്ളവരുണ്ടാവും. ഞാൻ സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, ഒരു പ്രാവശ്യമല്ല, ലൈഫിൽ വളരെ സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ സ്റ്റക്കായിട്ട് തോന്നണേ? നിങ്ങൾ ആലോചിച്ചുണ്ടോ അതിനെ പറ്റി? ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ളത് ഈ കാണുന്ന ഇതിലേതെങ്കിലും ആയിട്ട് തോന്നണ്ടോ? കറക്റ്റ്. ഓക്കെ. ആ, പിന്നെ എന്തെങ്കിലും? ടു മെനി ഐഡിയാസ്. എക്സലന്റ്. ആ, വേറെ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ? ബേസിൽ എന്താണ് സ്റ്റക്കായിട്ട് തോന്നുന്നത്? എന്തെങ്കിലും? കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാനുള്ള ബുദ്ധിമുട്ട്. കറക്റ്റ്. ആ, ആണ്. അപ്പോ പല സാഹചര്യങ്ങളിൽ ഇതെല്ലാം നമുക്ക് വന്നിട്ടുണ്ടാവും. എക്സലന്റ്. അതാണ് നമ്മുടെ ലൈഫിൽ. അപ്പോ അതൊരു നോർമലാണ്. ഫീലിംഗ് സ്റ്റക്ക് ഇൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. എനിക്കും വന്നിട്ടുണ്ട്, നിങ്ങൾക്കും വരും, എല്ലാവർക്കും വരും, നമ്മളെപ്പോഴും വരും. അപ്പോ ഇതൊക്കെയാണ്. അപ്പോ ഫിയർ ഓഫ് ഫെയിലിയർ ഒന്നാണ്, ഭയങ്കര കാര്യമാണ്. കാരണം നമ്മൾ എന്ത് ആലോചിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞേ? അയ്യോ, ഞാൻ ചെയ്തത് ശരിയാവും, അതെനിക്ക് പറ്റിയ പണിയല്ല, ശരിയാവില്ല. ഇത് വരാൻ കാരണങ്ങളുണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരാൻ. അത് കുറെ നമ്മള് വളർന്നു വന്ന സാഹചര്യം ഉണ്ടാവാം, നമ്മൾ വളർത്തി വന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയതല്ല. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ മൈൻഡ് സെറ്റ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പിള്ളേരെ ബ്രിങ്ങപ്പ് ചെയ്യുമ്പോഴായാലും നമ്മൾ ട്വീക്ക് ചെയ്യണം കാലത്തിനനുസരിച്ച്. ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ടൊന്നും നമുക്ക് അവരെ വളർത്താൻ പറ്റില്ല. പേടിപ്പിച്ച് വളർത്തുന്ന പ്രായം കഴിഞ്ഞു. അന്ന് ചിലപ്പോൾ ശരിയായിരുന്നുണ്ടാവും, നമ്മൾ ചെയ്തപ്പോൾ ശരിയായിരുന്നിട്ടുണ്ടാവും അന്നത്തെ സാഹചര്യത്തിൽ. ഇന്ന് ചിലപ്പോൾ നമ്മൾ പുതിയ ഐഡിയാസ് എടുക്കേണ്ടി വരും. ഒന്ന്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇല്ലാണ്ടും ഈ പ്രശ്നം വരാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ലേണബിൾ സ്കില്ലാണ്. നമ്മൾ ആരും കോൺഫിഡന്റ് ആയിട്ട് ജനിക്കണല്ലേ. സാഹചര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് കളയണം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. കോൺഫിഡൻസ് ഇല്ലെങ്കിലും ബിൽഡ് ചെയ്യാവുന്നുള്ളൂ. വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. അങ്ങനെ ആരെങ്കിലും തോന്നിയുണ്ടോ? നമുക്ക് തുടങ്ങാം. ഇപ്പൊ അല്ല, ഒന്നാവട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ. അത് ചൊടിയുന്നുണ്ട് പറഞ്ഞിട്ട് അതൊന്നും ആവട്ടെ. ഇപ്പൊ കൊച്ചങ്ങളൊന്നും വലുതാവട്ടെ. അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം വൺ ഓഫ് ദ ബിഗസ്റ്റ് ആണ്. ഇതിന് പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞത് ഇല്ല ലൈഫിൽ. ഫൈനാൻഷ്യൽ പ്രഷർ നമ്മൾ പറഞ്ഞു. ഫൈനാൻഷ്യൽ പ്രഷർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ മില്യണേഴ്സിന് വരെ ഫൈനാൻഷ്യൽ പ്രഷർ ഉണ്ട് ഇല്ലേ? അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സിനിമകളെ കണ്ടല്ലേ. ഒരു ദിവസം കടന്നു തുടങ്ങിയ ശ്രീനിവാസന് എത്ര രൂപ വേണം മറ്റേ സിനിമയില് എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും ഉണ്ട്. ഒരു ജോലി ഉള്ളവനും ജോലി ഇല്ലാതെ എല്ലാവർക്കും ഫൈനാൻഷ്യൽ പ്രഷർ ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും, തുടങ്ങില്ലായിരിക്കും. ടൂ മെനി ഐഡിയാസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആൾക്കാർ. ടൂ മെനി ഐഡിയാസ് വന്നു കഴിയുമ്പോൾ ഇത് എവിടെ തുടങ്ങും, എന്ത് തുടങ്ങും, അത് തുടങ്ങുന്നു, പിന്നെ അടുത്ത് തുടങ്ങുന്നു, അതൊരു സ്റ്റക്കാണ്. ലാക്ക് ഓഫ് സ്ട്രക്ചർ, അത് ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ അവെയർ ആയിരിക്കില്ല. ഈ ലാക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു അവെയർ ആണ്. എക്സലന്റ്. നോക്ക്, അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ലൈവാണ്. ഇതെല്ലാം ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാനും പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിത്തൗട്ട് ബേണിംഗ് ഔട്ട്. അതാണ് അതിന്റെ കീ.
ആം, ഇനി നമ്മൾ സ്റ്റക്കായി കഴിയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് സ്റ്റക്ക് ആവാന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ തോന്നും സ്റ്റക്കായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു ലെസൺ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതായ ഒരു ലെസണാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്തൊരു ലെസണാണ് ദ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും റീൽസ് ആയിട്ടോ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ കേട്ട് നമ്മൾ മനസ്സിലാക്കാണ്ട് പോയൊരു കാര്യം ഉണ്ടാവും. ഞാൻ ഒരുപാട് ആൾക്കാരെ കോച്ച് ചെയ്യാനുണ്ട്. യോസ്കി എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ക്ലയന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോ അതുപോലെ തന്നെ നേഴ്സസ് ഇപ്പോ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നു ഇവിടുത്തെ. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഓസ്കി എഴുതാനായിട്ട് ബുദ്ധിമുട്ട്, വളരെ പ്രഷേർഡ് അറ്റ്മോസ്ഫിയറിലാണ് പലരും എഴുതുന്നത്. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പോൾ അവർ കടന്നു പോകുന്ന ജേണി എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ജേണിയാണ്. അവര് അതുപോലെ 3 അറ്റംപ്റ്റ് ഉള്ളൂ, ഇത്ര നാളിനുള്ളിൽ ചെയ്യണം. ഒരു അറ്റംപ്റ്റ് ഫെയിലായി, രണ്ടാമത്തെ ഫെയിലായി. അപ്പോൾ പിന്നെ അവരൊക്കെ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മണി, ഇതെല്ലാം ചെയ്ത് നാട്ടിൽ നിന്ന് വരെ വന്ന ആൾക്കാർ നിന്നിട്ട് അവസാനത്തെ 180 മിനിറ്റിൽ അവർ പെർഫോം ചെയ്യണം. അവർക്ക് ഉണ്ടാവുന്ന പ്രഷറുകൾ ആലോചിച്ച് നോക്കും. ആ പ്രഷർ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഞാൻ ഈ ടിപ്പ് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും സ്ട്രഗിളിൽ നമ്മൾ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇത്ര സ്ട്രഗിൾ നമുക്കില്ലായിരിക്കും, ഇതിനും വലിയ സ്ട്രഗിൾ നമുക്ക് ഉണ്ടാവും. ഇതിലൊക്കെ നിൽക്കുമ്പോഴും പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ റൈറ്റ് ചെയ്ത് കളയുന്ന കാര്യമാണ്. ഇതിന്റെ തിയറി എന്താന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൽ എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടിരിക്കും, നെഗറ്റീവ് തോട്ട്സ്. ആ പേടി, ഈ പേടി, അത് നടക്കാനുള്ള, ഇത് നടക്കാനുള്ള. അപ്പോൾ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ മറന്നു, ബ്രെയിനിൽ നമ്മൾ മറന്നു. കാരണം നമ്മൾ പ്രോബ്ലത്തിനോടാണ് റിയാക്ട് ചെയ്യണേ, ഉള്ള ബ്ലെസ്സിങ്സ് നമ്മൾ മറന്നു. അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ ബ്രെയിനിനെ ഉള്ള പ്രോബ്ലംസിനെ ഇത് ചെയ്ത് ഉണ്ട്, പക്ഷെ നമുക്കുള്ള ബ്ലെസ്സിങ്സും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് വർക്ക് ചെയ്യും, നിങ്ങൾ ചെയ്തു നോക്കിക്കോ. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ, പക്ഷെ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഇല്ലേ. നമുക്ക് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഹെൽത്തി ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആണ്, നമുക്കറിയാത്തോണ്ടാണ്. അതിപ്പോ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അത്ര നാള് ഞാൻ ആൾക്കാരെ കാണുന്നതാണ്, ഓരോരുത്തരുടെ പ്രോബ്ലംസ് കാണുന്ന ആളാണ്. അപ്പോ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഇതില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവണേ. ഓക്കെ, അപ്പോ എന്ത് പ്രശ്നം വരുമ്പോഴും ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഹെൽത്ത്, ഫാമിലി, ഫെയ്ത്ത്, വർക്ക്, ഫ്രണ്ട്സ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. ഇത് പർപ്പസ്ഫുള്ളി എഴുതാം. നമ്മൾ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ നമ്മളറിയാതെ ഇവോൾവ് ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ. ഇപ്പൊ ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ച്, എൻ്റെ ഒരു ക്ലയന്റ് ആണ്, അവര് ഇതുപോലെയുള്ള പല പ്രാക്ടീസുകളും ഞാൻ പറഞ്ഞു ചെയ്ത് വന്നു. ഇപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ആണ്. ഒരു 4 മാസമായിട്ടുള്ളൂ, ലൈഫ് ചേഞ്ച് അറൗണ്ടായി. അപ്പൊ അവര് പറയണ, ഇപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നു, ഞാൻ പോലും അറിയാതെ, ഇത്ര നാളുണ്ടായിട്ട് വന്നില്ല. അതിന് കാരണം എന്താണ്? ഈ പ്രോസസ്സ്, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുകയും ഈ പ്രോസസ് ചേഞ്ച് ചെയ്തിപ്പോ പറയാണിപ്പോ. അപ്പൊ പുള്ളി ഇങ്ങോട്ട് പറയാണ്, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മള് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചു വരുന്നത് സത്യമാണ്. പക്ഷെ നമ്മൾ റെഡി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പോ ഇത് എഴുതാ, ബ്ലെസ്സിങ്സ്, നമ്മുടെ ബ്ലെസ്സിങ്സ് എഴുതാ രാവിലെ എനിക്കും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചെലവില്ല, പ്രത്യേകിച്ച് ഇതില്ല. ഇത് നമ്മൾ പാർട്ട്ണറെ കാണിക്കണമെന്നില്ല, നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ലൈഫ് ഡിഫിക്കൽട്ട് ആയോ, ഞാൻ ഫസ്റ്റ് തിങ് ചെയ്യണത് റൈറ്റ് ഡൗൺ മൈ ബ്ലെസ്സിങ്സ്. അത് ബ്രെയിൻ ലെവലിൽ വർക്ക് ചെയ്യും. അതിന്റെ സയൻസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, പക്ഷെ അത് വർക്ക് ചെയ്യുമെന്ന് മാത്രം ഞാൻ പറയാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ദ പവർ ഓഫ് സ്ട്രക്ചർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അവെയർ ആയിട്ടുണ്ട് ആൾക്കാർ. പവർ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് മനസ്സിലാക്കണം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സ്ട്രക്ചർ എന്താണ്? റുട്ടീനാണോ? വെക്കരുത്, ഇന്ന് ചെയ്യണം ഒന്ന്. പ്രയോറിറ്റി ആണ്. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ഇൻപുട്ട് ചെയ്യാമോ? ഡിസിപ്ലിൻ ആണ് ഒരു എക്സാമ്പിൾ ഉണ്ട്. പറഞ്ഞോ.
ലേഔട്ട് കറക്റ്റ് ആണ്. പിന്നെ ടൈം പ്ലാനിങ് കറക്റ്റ് ആണ്. പറഞ്ഞ ഒരു പ്ലാനിങ് വരുന്നുണ്ട് സ്ട്രക്ചറിൽ. പിന്നെന്താണ്? പറഞ്ഞോ ആൾക്ക് എന്തോ പറയണമെന്നുണ്ട്, പറഞ്ഞോ. സിസ്റ്റം വേണം, കറക്റ്റ് ആണ്. സിസ്റ്റം വേണം, കറക്റ്റ്, എക്സലന്റ്. അപ്പോ ഇത് ഈ പറഞ്ഞതെല്ലാം കൂടിയൊരു സംഗതിയാണ്. ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് അത് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് വന്നത്, കറക്റ്റ് ആയിട്ട് വന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ബേൺ ഔട്ട് ആവാതെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഒരു ബേൺ ഔട്ടും ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. അത് ഈ ഒറ്റ പവർ കൊണ്ടാണ്, ഈ സിസ്റ്റത്തിന്റെ പവർ കൊണ്ട്. ഞാനത് പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാൻ പറയാം. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവര് ഒന്ന് പറയാം. ആരെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോ, അവരുടെ പാർട്ട്നേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു ദിവസം ജോലിക്ക് ചെന്നില്ല എന്ന് വെച്ചു. നേരത്തെ വിളിച്ച സിക്കൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ഉറങ്ങിപ്പോയി. ഹോസ്പിറ്റൽ കൊളാപ്സ് ആവോ? ഇല്ല. നിങ്ങൾക്ക് അന്ന് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരുന്ന പേഷ്യൻസിന് അന്നൊരു നേഴ്സിനെ കിട്ടും? ഉറപ്പാണോ? അതെന്തുകൊണ്ടാ? അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, റൈറ്റ്? ഇനി നിങ്ങളുടെ മാനേജറും കൂടെയുള്ള കൊളീഗ്സും എല്ലാവരും ഒരുമിച്ചിരുന്ന് കരയോ നിങ്ങൾ ചെന്നില്ലെങ്കിൽ? ഇല്ല. കാരണം എന്താ? അവർ അറേഞ്ച് ചെയ്യും, പക്ഷെ അപ്പം എല്ലാവരും അന്വേഷിക്കണേ. അതിനൊരു സിസ്റ്റം ഉണ്ട്. ഒരാള് പെട്ടെന്ന് അപ്പിയർ ചെയ്തില്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്ത് ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ എത്ര ആളുടെ സ്ട്രെസ് അതിൽ കുറഞ്ഞു? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സിസ്റ്റം ഇല്ല, ഇദ്ദേഹം ജോലിക്ക് ചെന്നില്ല, പെട്ടു, പേഷ്യൻസ് പെട്ടു, മാനേജർ പെട്ടു, കൂടെ കൊളീഗ്സിന് ലോഡ് കൂടി, ഇതിന്റെ മുകളിലുള്ള മാനേജേഴ്സ് പെട്ടു, മീഡിയ വന്നു, എന്തോ പേഷ്യൻസിന് ആളില്ലാത്ത, നേഴ്സില്ല, നാളെ ഇതിൽ പോയി. അവിടെ കിടന്ന് എത്ര ആൾക്കാർ സ്ട്രെസ് ചെയ്യണം? ഈ സ്ട്രെസ് ഒന്നും എടുക്കാതിരിക്കാനാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ സിസ്റ്റത്തിന്റെ പവർ. എവറി ബിസിനസ് ഷുഡ് ഹാവ് എ സിസ്റ്റം. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് സിസ്റ്റം. ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണൽ സ്ട്രെസ്സിന്റെ ആവശ്യമില്ലാണ്ട് വരും. അതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് മാത്രമല്ല, ലൈഫിന് നമ്മൾ അറിയാതെ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാനൊരു സിസ്റ്റം, എത്ര മണിക്ക് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് അത് ചെയ്യുന്നു. ഈ പറഞ്ഞ സിസ്റ്റം ഇല്ലാതെ ബിസിനസ് റൺ ചെയ്താൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് ബേൺ ഔട്ടാണ്. അത് ഒരുപാടൊന്നും ഓടില്ല, അത് ഇടിച്ചു നിൽക്കും എന്നുള്ളതാണ് സത്യം. അപ്പോ സ്ട്രക്ചറിന്റെ പവർ. ഇപ്പോ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ വേറൊരു ഗുണം എന്താണെന്നറിയോ? നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പെട്ടെന്ന് തോന്നാണ്, ഓ ഇന്ന് നല്ലൊരു നൈസ് ഡേ ആണ്, ഇന്ന് ഞാൻ 4 കസ്റ്റമറെ വിളിച്ചേക്കാം, റൈറ്റ്? ഓ ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് എനിക്ക് നല്ല എനർജി തോന്നുന്നുണ്ട്, രാവിലെ ഇന്നലെ കിടന്നുറങ്ങി ഒന്നും നൈസായിട്ട് എനിറ്റു, ഇന്ന് ഞാൻ പോയി കുറച്ച് പർച്ചേസ് ചെയ്തേക്കാം. അപ്പൊ ഒരു നമ്മളെ മോട്ടിവേഷനെ ആണ് നമ്മൾ റിലേ ചെയ്യണേ, അല്ലെ? ഈ സിസ്റ്റം ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കിടന്നുറങ്ങും, നമ്മൾ രാവിലെ എണീക്കണം, കാരണം സിസ്റ്റം ഉണ്ട്, എണീക്കും. ഓക്കെ, എനിക്ക് ഇന്ന് എന്താ രാവിലെ ചെയ്യാനുള്ള സിസ്റ്റം പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോ ബിസിനസ് റൺ ചെയ്യും. ഇനി എനിക്ക് സിക്കാണെങ്കിൽ എന്ത് ചെയ്യും? സിസ്റ്റം അതിനും ആൻസർ ഉണ്ട്. ഇന്നാള് സിക്കാണെങ്കിൽ A, B, C ഇത് 3 ചെയ്യാം, അത് ചെയ്യും. അപ്പൊ ഇത് നമ്മളുടെ ബ്രെയിൻ പവറിനെ, നമ്മളുടെ ഇമോഷണൽ ഡ്രെയിനേജിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു മാജിക് നമുക്ക് മനസ്സിലാവുക. അപ്പോ ആ പവർ ഓഫ് സ്ട്രക്ചർ, സിസ്റ്റംസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാനോ ലൈഫിൽ കരിയർ ഗ്രോത്തിനോ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ബിഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ബിഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളപരി സ്മോൾ പ്ലാൻസ് ക്രിയേറ്റ് ബിഗ് റിസൾട്ട്സ്. ചെറിയ പ്ലാൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്ലാൻസ് ആണ്, ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കണേ. ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുമോ നമുക്ക് എനിക്ക് എല്ലാ ഇത് വേണം, ഒരു ഷോറൂം ഒക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. പക്ഷെ ആക്ച്വലി ഒരു സ്മോൾ പ്ലാൻ ആണ് ബിസിനസ്സിന് ബിഗ് റിസൾട്ട് കൊണ്ടുവരണേ. നമ്മളൊരു ചെറിയൊരു കാര്യം അനക്കി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യരുത്.
ഇറ്റ് ഗീവ്സ് യു ബിഗ് റിസൾട്ട്സ്. ഇനി അടുത്തതാണ് ലെസൺ നമ്പർ 3, സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ, ഡിലേ ആവും. കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ. ഇപ്പൊ ശരിയായില്ല, ഞാൻ ഒന്നും കൂടി ഒന്ന് ആവട്ടെ. എന്ത് വരണം? എക്സാമ്പിളുകളാണ് കോൺഫിഡൻസ്. ഞാൻ ഇപ്പൊ അത്ര കണ്ട് റെഡി അല്ല. ഏത്? എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത്ര കോൺഫിഡന്റ് അല്ല. ഞാൻ ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് തുടങ്ങാം. നമ്മൾ എന്തെങ്കിലും തുടങ്ങൂ? ഇല്ല ഇല്ല. അപ്പോ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ്. യൂട്യൂബ് ചാനൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ, ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇത് കേൾക്കണോ ചെയ്യണവരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഡൻസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തുടങ്ങാം. ഓവർ ദ ടൈം ഇത് ഇമ്പ്രൂവ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ലേൺ ചെയ്യുള്ളൂ. നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അവര് ലൈം ലൈറ്റിൽ വരുന്നത്, അവർ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ അവരെ വിസിബിൾ ആവണത്. പക്ഷേ അവര് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. അവർ വിസിബിൾ അല്ലാതൊരു സമയത്തും അവര് കൺസിസ്റ്റന്റ് സ്മോൾ ആക്ഷൻസ് വഴി ആണ് എത്തിയിട്ടുള്ളത്. നമ്മളെത്തും. അടുത്തത് നോളജ്. എനിക്ക് എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് എല്ലാം പഠിച്ച് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കട്ടെ, പഠിച്ച് റെഡി ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഉള്ള നോളജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ലേൺ ആസ് യു ഗോ. അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പെർഫെക്റ്റ് ടൈമിങ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നില്ല. അത് എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓവർ ദ ടൈം നമുക്ക് ഗ്രോ ചെയ്യാം. ഇതിന്റെ റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഓഫ്റ്റൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾക്ക് കോൺഫിഡൻസ് വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, മോട്ടിവേഷൻ വന്നിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ചാണ്. നമുക്ക് എങ്ങനെയാ കോൺഫിഡൻസ് വരണേ? ചെയ്ത് കഴിയുമ്പോഴല്ലേ കോൺഫിഡൻസ് വരണേ. ഒരു കൊച്ചുങ്ങൾ എങ്ങനെയാ നടക്കാൻ പഠിക്കുന്നത്? ഇൻ തിയറി അല്ല, റിയാലിറ്റിയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവര് നടക്കുന്നു വീഴുന്നു കോൺഫിഡൻസ് അല്ലെ. നമ്മളും കിഡ്സ് ആണ് പല ഏരിയകളിലും, റൈറ്റ്? നമ്മൾ ഈ ആകെ ഒരു പ്രശ്നം, കൊച്ചങ്ങളെ ഇത് തടയാൻ ആരില്ല. നീ ചെയ്യരുത്, കോൺഫിഡൻസ് വന്നിട്ട് ചെയ്യാമെന്ന് പറയാൻ ആളില്ല. നമ്മളെ തടയാൻ നമ്മൾ തന്നെയുണ്ട്. കറക്റ്റ് അല്ലേ? നീ കോൺഫിഡൻസ് വന്നിട്ട് ചെയ്താൽ മതി. കാരണം എന്താ? അത് നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന, ബ്രെയിൻ ലെവലിൽ നടക്കുന്ന, മുമ്പ് നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഇൻപുട്ടുകൾ കിടത്തേക്കാണ്. ഇപ്പൊ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ChatGPT ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് റിസൾട്ട് തരണേ? എന്റെ അറിവനുസരിച്ച് അതിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇടുമ്പോൾ അതിൽ നിന്ന് അവർ സെർച്ച് ചെയ്യും. എന്നിട്ട് മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് സ്പിറ്റ് ഔട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ബ്രെയിനും ചെയ്യണേ. നമ്മുടെ ചെറുപ്പത്തിലും അപ്പോഴും ഏതെങ്കിലും സമയത്തൊക്കെ നമ്മുടെ ബ്രെയിനിൽ കോർ ചെയ്ത് വെച്ചാണ് ഇൻഫർമേഷൻ, ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ മൈക്രോ സെക്കൻഡ് പോലും വേണ്ട ബ്രെയിൻ എടുത്ത് തരാൻ. ബ്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്, റൈറ്റ്? ഞാൻ തുടങ്ങിയാലോ? വേണ്ട ശരിയാവില്ല, പണ്ട് പണിയിട്ടതാ എന്ന് പറഞ്ഞത് നമുക്ക് വരും. ഇത് നമ്മൾ പോലും അറിഞ്ഞിട്ട് ചെയ്യണതല്ല. അപ്പോ ആക്ഷൻ ഓഫ്റ്റൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. നമ്മൾ ആക്ഷൻ ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ എല്ലാവരോടും പറയാനുള്ള എക്സാമ്പിൾ ഉണ്ട്. കോച്ച് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം ഒരുപാട് പേരുടെ. എക്സാമിന് ചെയ്യണവർ എന്ത് കാര്യത്തിനും. നിങ്ങൾക്ക് രാവിലെ പല്ലേക്ക് കയറില്ലേ? ഉണ്ട്, ഉറപ്പാണ്. ടെൻഷൻ വരാറുണ്ടോ? ഇല്ല. ഹാർട്ട് റേറ്റ് കൂടാറുണ്ടോ? ഇല്ലല്ലോ. ബ്രീത്തിങ് കൂടി നമ്മൾ ടെൻഷൻ വരില്ലല്ലോ. കാരണം എന്താ? അതൊരു ഹാബിറ്റായി. നമ്മുടെ ബ്രെയിനിനറിയാം അതൊരു ത്രെട്ടല്ല. ചെറുപ്പത്തിൽ പിള്ളേരെ നമ്മൾ ആദ്യമായിട്ട് പല്ലേപ്പിക്കുമ്പോൾ ഇവരൊരു കരയില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ അതിനൊരു ത്രെട്ടായിട്ട് കാണാണ്. വെറുതെ നിൽക്കണം, എന്നെ പിടിച്ച് ഒരു കോലെടുത്ത് വാറ്റ് കുത്തി ഇത് ചെയ്യാണ്. അപ്പൊ അവരതിനെ റിയാക്ട് ചെയ്യും. മനസ്സിലായി? അപ്പൊ നമ്മളെ അമ്മമാരും അല്ലെങ്കിൽ നമ്മള് പാരന്റ്സ് എന്ത് ചെയ്യും? അപ്പന്മാരായാലും അമ്മമാരായാലും ഓക്കെ മോനെ അത് പേടിക്കണ്ട, അത് ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊരു വേറെ ഇൻഫർമേഷൻ ഫീഡായി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കൊച്ചിയായിരിക്കും ഓക്കെ ഈ പുള്ളി പറയുന്നത് കേൾക്കാം, നമ്മുടെ ഫാദറാണല്ലോ. അപ്പോ അവര് അതിനെ റെസിസ്റ്റ് ചെയ്താലും കേൾക്കും. ഇതൊരു റിപ്പീറ്റഡ്ലി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് അതൊരു പ്രശ്നമല്ല. പിന്നെ പല്ലേക്കുമ്പോൾ ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ തന്നെ തേക്കാനും അവർക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും വർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാവും. എന്തെങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം പുതിയത് തുടങ്ങണതോ വർക്കിലോ ലൈഫിലോ എന്തിലോ ആയിക്കോട്ടെ, ഈ ഹിൻഡ്രൻസ് നമുക്ക് വരും. കാരണം എന്താ?
നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ ഓഫ്റ്റൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. നമ്മൾ നമ്മളോട് പറയാം അത് പേടിക്കേണ്ട കാര്യം, ചെയ്തു നോക്കട്ടെ. ചെയ്തു നോക്കി കഴിയുമ്പോൾ ബ്രെയിൻ പഠിക്കാം അത് വലിയ കുഴപ്പമില്ല, അത് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാനില്ല, അപ്പൊ അത് ത്രെട്ട് അല്ലേ, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും, വീണ്ടും ചെയ്യാണ്. അപ്പോഴും ബ്രെയിൻ പറയും ഓ അത്ര പ്രോബ്ലം ഇല്ലല്ലോ. ഓവർ ദ ടൈം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സംഗതി ബ്രെയിന് മനസ്സിലാവും, ഇത് സംഗതി ഓക്കെയാണ്, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കേസല്ല. അപ്പൊ ബ്രെയിൻ വിടും, ആ കേസ് വിടും. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, ബ്രെയിൻ നമ്മളെ പേടിപ്പിക്കില്ല. നമ്മളെ പേടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പേടിക്കില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പൊ ഒരു അവസരം തട്ടെ ഇവിടെ വന്ന് സംസാരിക്കാനായിട്ട്, ഫസ്റ്റ് ടൈം ആയിട്ട് ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും, ഇതുവരെ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിയുമ്പോൾ ഈ പേടി പോകും. എക്സാമ്പിൾ ആണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ പേടി തോന്നും, ആലോചിക്കുമ്പോൾ പേടി വരും നമുക്ക്, എൻ്റെ അമ്മു 100 ആളെ 1000 ആളുടെ മുന്നിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇത് തന്നെ ഫംഗ്ഷൻ, ഇത്ര വലിയ ഇതിലേക്ക് പോകണമെന്നില്ല. സ്മോൾ ആക്ഷൻസ് ആണ് ഇതിനെ സഹായിക്കുന്ന കാര്യം. ഇനി അടുത്തതാണ് യൂസ് വാട്ട് യു ഓൾറെഡി ഹാവ്. ആ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ സ്കിൽസ് വരണേക്കാൾ ഉപരി നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു ഇതിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടാവും. സ്കിൽസ് ഓരോ പേഴ്സണും ഡിഫറെന്റ് സ്കിൽസ് ഉണ്ട്, റൈറ്റ്? നമ്മൾ ആലോചിക്കുക, നമുക്ക് മനസ്സിലാവും ഈ സ്കിൽസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് ലെവൽ ഓഫ് ലൈഫിലായിക്കോട്ടെ, ഏത് ഏജ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഏത് ഫൈനാൻഷ്യൽ സ്റ്റേജിലായിക്കോട്ടെ, നമുക്കുള്ള എക്സിസ്റ്റിംഗ് സ്കിൽസിൽ ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞിടക്കുന്നുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് വിത്ത് ഒരു സ്ട്രക്ചർ രീതിയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കുള്ള സെക്കൻഡറി ഇൻകം ഉണ്ടാകാം. അപ്പൊ കാര്യങ്ങൾ ഭയങ്കര വ്യത്യാസമായിട്ട് വരും. പിന്നെ നമ്മൾ കാണുന്നത് ഡിഫറെന്റ് ആയിരിക്കും, ലൈഫ് എളുപ്പമായിരിക്കും, നമുക്ക് വേണ്ട ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു വിലയൊക്കെ വരും ഇതിന് പിന്നിൽ. ഈ സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യം, പലരും മനസ്സിലാക്കാത്തത്. റിലേഷൻഷിപ്സ്, ഈ നമ്മൾക്കുള്ള എൻ്റെ ബിസിനസ് ഫ്ലറിഷ് ആയത് റിലേഷൻഷിപ്സിലാണ്. ഞാൻ ഒരുപാട് ഹൈ ലെവൽ മാർക്കറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്ത ആളല്ല, അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്. റിലേഷൻഷിപ്സിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ സർവീസ് കൊടുക്കുന്നു, അതിന് റിലേഷൻഷിപ്സ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാം നമ്മൾ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി കിടക്കാണ് വെറുതെ, റൈറ്റ്? നോളജ്, നമുക്ക് നോളജ് ഉണ്ട്, ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് നോളജ് ഒരു ഏരിയയിലുണ്ട്, ഒരു ഫീൽഡിലുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള പല കാരണങ്ങളാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി ആവാം, പ്രഷർ ആവാം, ഫൈനാൻഷ്യൽ പ്രഷർ ആവാം, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ നോളജ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇൻകം ആക്കാൻ പറ്റും. അതും നമ്മൾ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ്. എക്സാമ്പിൾ പറയാം, ഇപ്പൊ നേഴ്സസ് ഉണ്ടാവാം, അത് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളോ ആയിക്കോട്ടെ. നേഴ്സസിന് അവരുടെ ഫർദർ കരിയർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവർക്ക് എഡ്യൂക്കേറ്റർ ആവാം, അവർക്ക് മാനേജ്മെന്റ് പൊസിഷൻസിലേക്ക് മാറാം. ഇതെല്ലാം നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാണ്, റൈറ്റ്? അതുപോലെ തന്നെ പല ഓൺലൈൻ ടീച്ചിങ് നടത്താം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നേഴ്സസിനുണ്ട്. ടീച്ചേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ഇതിൽ ടീച്ചേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ട്യൂട്ടറിങ് നടത്താം ഓൺലൈൻ. ഇതെല്ലാം നമ്മൾ ബേൺ ഔട്ട് ആവാതെ ചെയ്യാൻ പറ്റണം. അത് പറ്റുകയും ചെയ്യും. അതിനാണ് നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളും ഉപയോഗിക്കേണ്ടത്. കുക്കിംഗ്, ഒരുപാട് പേര് എക്സലന്റ് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, റൈറ്റ്? ഇതിൽ പ്രൊഫഷണലി കുക്ക് ആയിരിക്കാം. ഇതല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർ, വീട്ടിൽ തന്നെ കുക്ക് ചെയ്യേണ്ടവരുണ്ടാവാം. ടൈം ഉണ്ടാവും, കുക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. പക്ഷെ ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇൻകം ആയിട്ടും ടേൺ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനും അതിന്റെ രീതികളുണ്ട്, വിത്തൗട്ട് കോസ്റ്റിംഗ് എനിത്തിങ്. കുക്കിംഗ് സ്കില്ലുണ്ടാവും, അപ്പൊ അവർ കാറ്ററിംഗ് ആയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മോട്ടിവേഷനിൽ തുടങ്ങും, എക്സലന്റ് ഫീഡ്ബാക്ക് കിട്ടും, ആൾക്കാർക്ക് ഇനിയും വേണം. പക്ഷെ അവർ മോട്ടിവേഷൻ ടിപ്പായി അവർ ചെയ്യാനുള്ള 2 ആഴ്ച ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര്. ചിലവർ മോട്ടിവേഷനിൽ പമ്പ് ചെയ്ത് പോകുന്നുണ്ട്, കൺസിസ്റ്റന്റ്ലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പുറത്ത് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇടിച്ചു നിൽക്കും. ഇപ്പം ഇൻകം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബേൺ ചെയ്ത് വേറെ കോസ്റ്റുകൾ വരുന്നുണ്ട് അതിനകത്ത്, അത് മനസ്സിലാക്കാതെ പോണത്. അപ്പോൾ അതും ഞാൻ കാണുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരെ. അപ്പൊ ഏത് സ്റ്റേജിലാണോ നമ്മൾ ഇത് മനസ്സിലാക്കി ബേൺ ഔട്ട് അത് ചെയ്യാൻ പഠിക്കുന്നത്, ആ സ്റ്റേജിൽ ഇത് അമേസിങ് റിസൾട്ട്സ് വരും, നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും.
അതും പറ്റും നമുക്ക്. അടുത്ത ലാംഗ്വേജ്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കും, നമുക്ക് ലാംഗ്വേജ് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ പിള്ളേർക്കൊന്നും, ഇപ്പൊ എന്റെ പിള്ളേര് മലയാളം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഞാൻ വീട്ടിൽ മലയാളമേ പറയുള്ളായിരുന്നു. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 വയസ്സായി. ഇപ്പൊ മൂത്ത ആള് ഇംഗ്ലീഷേ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പ്രഷർ ചെയ്താളൂ, അവൻ പഠിക്കണം. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ പറയാണ്, മലയാളമൊക്കെ പറ, നമുക്ക് ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ പറയണ്ടേ. അപ്പൊ ആള് പറഞ്ഞു കൊടുക്കണ്ട്. പക്ഷെ ഇവർ നാച്ചുറലി പോകണേ, സ്കൂളിൽ ആരും പറയാനുള്ള. ഞാൻ പറഞ്ഞു, സ്കൂളിൽ പറയില്ല, നിനക്ക് നിന്റെ ഗ്രാൻഡ് പാരന്റ്സ്. പിന്നെ ഞാൻ എക്സാമ്പിൾ കൊടുക്കാണ്, നിന്റെ ഫ്രണ്ട് ഇല്ലേ ഫിജി എന്നുള്ള ആളുണ്ട്, അവൻ എന്താ പറയണേ, ആകെ അവൻ ഇന്നതാണ്, അപ്പൊ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് സംസാരിക്കുന്ന അവൻ പറയണം, അപ്പൊ നീ മലയാളം പഠിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഇവിടെ ഇപ്പൊ എനിക്കുണ്ടോന്ന് അറിയില്ല, നമ്മുടെ കിഡ്സിനെ മലയാളം പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, മലയാളി കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, മലയാളം പഠിപ്പിക്കാനുള്ള സ്കില്ലുള്ള എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കണ്ടാവും, അല്ലെങ്കിൽ ഇത് കേൾക്കണവരുണ്ടാവും അല്ലെ? എത്ര ആൾ ഇതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്? മോട്ടിവേഷൻ ഉണ്ടാവും, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ഐഡിയ ഉണ്ടാവും, പക്ഷെ ഇതിനെ ആക്ഷൻ ആക്കാൻ പറ്റണം. ആക്ഷൻ വിൻസ്. പിന്നെ നമ്മളുടെ ഈ സ്ട്രക്ചറുകളും കാര്യങ്ങളും ഉപയോഗിച്ച് ഇതൊരു സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും, ട്രസ്റ്റ് മീ. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിലുള്ള സ്കിൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ മലയാളം കംഫർട്ടബിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിള്ളേരെ വിടാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ പേരുണ്ടാവും. ഞാൻ വിടല്ലോ. എനിക്ക് എന്റെ ടൈമും സ്ട്രക്ചറും കാര്യങ്ങളും വെച്ചിട്ട് നാട്ടിൽ ഓൺലൈൻ എടുപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കോ എനിക്ക് പറ്റില്ല. റൈറ്റ്? ഇവിടത്തെ ഇത് വെച്ച് ഓൺലൈൻ ഏതെങ്കിലും ടൈം സ്ലോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും? ഇത് മലയാളത്തിൽ നമ്മളെല്ലാം പഠിച്ചല്ലേ മലയാളം, റൈറ്റ്? നമുക്ക് എഴുതാൻ അറിയാലോ. ഇപ്പോ എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കള് മലയാള അക്ഷരമാരെ മുഴുവൻ എഴുതാൻ പറ്റിയാൽ അത് ഭയങ്കര സക്സസ് ആണ്. മലയാളം ലിറ്ററേച്ചർ എഴുതണ്ട, അത് എഴുതിയാൽ തന്നെ ഭയങ്കര സക്സസ് ആണ്, റൈറ്റ്? അതിന് പേ ചെയ്യും. ഇതേ ഇതുള്ള എത്ര ആൾക്കാരുണ്ടാവും? അപ്പൊ നമുക്ക് ഈ സ്കില്ലുള്ള എത്ര ആൾക്കാർ സ്കില്ല് വേസ്റ്റ് ചെയ്യണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കാം. അതും പോസിബിൾ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെസൺ 5 ആണ് സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻസ് വിൻ. സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാക്ട്ലി സെയിം ആണ്. നമ്മളെല്ലാം റെഡി ആയിട്ടും ബിഗ് ആക്ഷൻസ് ചെയ്യാൻ നോക്കും. ബിഗ് ആക്ഷൻസ് ചെയ്യാൻ നോക്കുമ്പോൾ കാര്യങ്ങൾ എത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബ്രെയിനിന് പതുക്കെ അഡാപ്റ്റ് ചെയ്ത് സ്മോൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ബിഗ് റിസൾട്ടാണ് പിന്നീട് വരുന്നത്. ആരെങ്കിലും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയോ? ഓവർ ദ ടൈം അറിയാം. ഓക്കെ, അതിലെന്താ വർക്ക് ചെയ്യണമെന്ന് അറിയോ? മാജിക്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു $100, $50, ₹1, എത്ര ചെയ്യോട്ടെ, നമ്മൾ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓവർ ദ ടൈം ഇത് തിരിച്ച് ഇൻട്രസ്റ്റ് അത് കയറുന്നു. വർഷം കഴിഞ്ഞ് ആ ഇൻട്രസ്റ്റ് വീണ്ടും ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഒരു 10-20 വർഷം കഴിയുമ്പോൾ പിന്നെയുള്ള ഗ്രോത്ത് ഭയങ്കര എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഇതിനെക്കുറിച്ച് അറിയണവർക്ക് അറിയാം, അല്ലാതൊരു പഠിക്കാൻ നല്ലൊരു കാര്യമാണ്. നമ്മൾ സ്മോൾ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു ഇതാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഹാബിറ്റ് ആണ് അഗെയിൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടൈമാണ് ബിൽഡ് ചെയ്യണേ, പിന്നെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കയറണേ. പബ്ലിക് സ്പീക്കിംഗ് പറ്റാത്ത ആൾക്കാർ സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് ഫ്രം യുവർ ഫോൺ. ഒരു ഫോൺ എടുക്കുക, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും, നിങ്ങൾ തന്നെ കാണ്. അതിന്റെ രീതിയിലുണ്ട് അത് ചെയ്യാനും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് വരും. ഓവർ ദ ടൈം ചിലപ്പോൾ 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ സംസാരിക്കണ്ടോ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പ്രൊമോഷൻ അത് ഹെൽപ്പ് ചെയ്യും, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ്. ഇനിയൊന്നും വേണ്ട, നിങ്ങൾക്ക് 4 ആളെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾക്ക് അസോസിയേഷന്റെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ആൾക്കാരോട് പറയാൻ പറ്റിയ ദാറ്റ് ബ്രിങ്സ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക്. അപ്പൊ ഈ സ്കില്ല് തുടങ്ങണത് അന്നല്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കണത് ഞാൻ ഇങ്ങനെ ജനിച്ചിട്ടല്ല, ഞാൻ സ്മോൾ ആക്ഷൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്നെ ഇവിടെ നിർത്തി സംസാരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതിന് ഗൈഡ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഇത്. ഞാനിത് എൻ്റെ നോളജ്, എനിക്കുള്ള വിസ്റ്റം ഷെയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഇമ്പ്രൂവ് ആവുന്നത്. ഷെയറിനൊരു വലിയ പവർ ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻ, അത് ലേണിംഗ് ആയിക്കോട്ടെ. ഇനി ഒരു കാര്യം പഠിക്കണം, ഒരു കോഴ്സ് പഠിക്കണം, ഒരു പുതിയ കാര്യം പഠിക്കണം. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഫുൾ കോഴ്സ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരല്പം പഠിച്ചു തുടങ്ങാം, ഗൂഗിൾ ഇത് തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അവൈലബിൾ, ChatGPT, എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ലേണിംഗ് ഇത് ബിൽഡ് ചെയ്ത് ഓവർ ദ ടൈം ഇതിനെക്കുറിച്ച് നമുക്ക് നോളജ് ആയി വരും, നമ്മുടെ ബ്രെയിൻ ഫെമിലിയർ ആവും. ചിലപ്പോൾ നാളെ കോഴ്സിന് നമുക്ക് കയറാൻ പറ്റും, നമ്മുടെ സ്കിൽസ് എടുക്കാൻ പറ്റും. ഫിറ്റ്നസ്, ആൾക്കാർ ഫിറ്റ്നസ്സിന് പോകുന്നു. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒറ്റടിക്കാൻ ഇന്ന് ഞാൻ ഫിറ്റ് ആയിട്ടുള്ള കാര്യമുള്ളൂ. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു,
അതും ഏറ്റവും കൂടിയ ജിമ്മിലും ഏറ്റവും കൂടുതൽ പൈസയ്ക്കും അവര് ക്ലാസ് ഉള്ളതും അടുത്തുള്ളതൊക്കെ നോക്കി. കാശ് നോക്കാനുള്ള നമുക്ക് കാര്യം നടക്കണം. 1 മാസം കൊണ്ട് ഞാൻ സെറ്റായിട്ട് വരും. ബോഡി ബിൽഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് എന്റെ വേണ്ട ലക്ഷ്യങ്ങളൊക്കെ നടത്തും. പക്ഷെ നടക്കില്ല. കാരണം എന്താ, അതൊരു ബിഗ് ആക്ഷൻ നമുക്ക് കൊടുക്കാണ്. പക്ഷേ ഞാൻ സ്മോൾ ആയിട്ട് തുടങ്ങി. എനിക്ക് എനർജി കുറവായിരുന്നു. ഫുൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എനർജി കുറവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ എനർജി എടുക്കും, നമ്മുടെ തിങ്ക് ചെയ്യുമ്പോൾ പോലെ എനർജി എടുക്കും. ഞാനപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി, എവിടെയാണ് മിസ്സിങ്, എവിടെയാണ് പ്രോട്ടീൻ കുറവ്, ഇതെല്ലാം ചെയ്ത് ഞാൻ സ്മോൾ ആയിട്ട് ചെയ്തു. 1 മാസം കൊണ്ട് ബിഗ് ഡിഫറൻസ് ആയി. സ്ലീപ്പ് ബെറ്റർ ആക്കാം, എനർജി ഇതാക്കാം. നമ്മൾ മാസീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് 1 മാസം കൊണ്ട് വന്നത്. പക്ഷെ ഞാൻ ആകെ സ്മോൾ തിങ്സ് ചെയ്തുള്ളൂ. അപ്പൊ അത് സ്മോൾ ആക്ഷൻസിൽ ഭയങ്കര പവർ ഉണ്ട്. കരിയർ പ്രോഗ്രഷൻ ആയാലും സെയിം ആണ്. നമ്മൾ നാളെ പോയിട്ട് പെട്ടെന്ന് മാനേജർ ആവാം, അല്ലെങ്കിൽ നാളെ പോയിട്ട് ഞാൻ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാം, നാളെ പോയിട്ട് ഞാൻ ഇത് ചെയ്യാം വിചാരിക്കുന്നതിലുപരി സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആ പൊസിഷനിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കും. ബിസിനസ് ആയാലും സെയിം തിങ്. അതിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിലും ലൈഫിലും ചെറിയ ആക്ഷൻസ് ചെയ്യുക. അത് തുടങ്ങാൻ മടി കാണിക്കാണ്ടിരിക്കുക. ഫൈനാൻഷ്യൽ ഗ്രോത്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആരെങ്കിലൊക്കെ വർക്ക് ചെയ്യണ്ടാവും. ഈവൻ $10 ഒരു മന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, സേവിങ്സ് അല്ല, ഗ്രോ ചെയ്യണ ഇൻവെസ്റ്റ്മെന്റുകൾ അന്വേഷിക്കും. ഞാൻ ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഐഡിയ പറഞ്ഞുതരാൻ പറ്റും. അതിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ, എന്നാ വെയിറ്റ് ചെയ്യേണ്ട. പറ്റുന്ന എമൗണ്ട് ചെയ്താൽ അതും ഓവർ ദ ടൈം നിങ്ങൾക്കൊരു ഗുണമാവും. നമ്മൾ എന്നിട്ട് ഇപ്പൊ ഞാൻ കിവി സേവർ, ഞാൻ ഇവിടെ ജോലി ചെയ്ത സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിവിടെ വരുമ്പോൾ അന്ന് ആൾക്കാർ കുറവാണ്, മലയാളികൾ കുറവാണ്, ഗൈഡൻസ് തരാൻ ആൾക്കാരില്ല, കറക്റ്റ് ഗൈഡൻസ്. അപ്പോൾ ഞാൻ എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം പഠിച്ചിട്ട് ചെയ്യാം. ചാടി കയറി ചെയ്യുന്ന ഞാൻ പറയില്ല, പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കിവി സേവർ സ്റ്റാർട്ട് ചെയ്തില്ല. പലരും പലത് പറയുന്നു. ചിലവർ പറയുന്നു ഓസ്ട്രേലിയക്ക് പോയാൽ കിട്ടില്ല, ഇവിടെ കിട്ടിയാൽ വിടില്ല. എന്നാ പിന്നെ ഞാൻ പഠിച്ചിട്ട് ചെയ്യാന്ന് വെച്ചു. ഒരു 5-8 കൊല്ലം പഠിക്കാൻ വെച്ചു. ഈ സാധനം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. അന്ന് യങ് ആൻഡ് സിംഗിൾ ആണ്. ഞാൻ നേഴ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ശമ്പളം ഉണ്ട്, റെന്റ് ഒക്കെ വളരെ കുറവാണ്. നമുക്കൊരു എനിക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കിവി സേവർ സ്റ്റാർട്ട് ചെയ്യാം. 10 years ലേറ്റർ ഞാൻ വീട് വാങ്ങേണ്ട സമയമായപ്പോ കാര്യങ്ങൾ മാറി, ഫാമിലി ആയി, അതായത് വിലയൊക്കെ റൂഫിലെത്തി. അപ്പൊ കിവി സേവർ എടുക്കാനായിട്ട് എൻ്റെ ഇല്ല. ഞാൻ അന്ന് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ കിവി സേവർ മാത്രം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എനിക്ക് വീട് വാങ്ങുമ്പോൾ ഒരു ഡെപ്പോസിറ്റിന് ഒന്നിനും ഞാൻ സ്ട്രഗിൾ ചെയ്യില്ല. പവർ ഓഫ് കോമ്പൗണ്ടിങ്, പവർ ഓഫ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്, ടൈമാണ് അത് ബിൽഡ് ചെയ്യുന്നത്. ഞാനത് എൻ്റെ ലൈഫിൽ നിന്ന്, അപ്പൊ ഞാൻ ആര് പുതിയത് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ തുടങ്ങിക്കോ. നമ്മളറിയില്ല അത് പോണ $100-200 നമ്മുടെ സാലറിയിൽ നിന്ന് പോകണം, നമ്മൾ അറിയാണ്ട് നമ്മൾ ജീവിക്കും. അപ്പൊ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനുണ്ടെങ്കിൽ ചെയ്യാൻ ഒരു റെക്കമെൻഡേഷൻ ആണ് ഞാൻ പറയുന്നത്, ഫൈനാൻഷ്യൽ ഗ്രോത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ സ്മോൾ ആക്ഷൻസ്, റിപ്പീറ്റഡ് കൺസിസ്റ്റൻസി ക്രിയേറ്റ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളൊരു വീട് വാങ്ങാൻ ഇന്ന്, ഇപ്പൊ വീട് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും, വാങ്ങാത്തവരുണ്ടോന്ന് അറിയില്ല. പ്ലാനിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിചാരിച്ചോട്ടെ, ഇന്ന് നമുക്ക് വീട് വാങ്ങണം. അതിന് വേണ്ട ഒരു ബിഗ് ആണ് ഡെപ്പോസിറ്റ്. 150,000 200,000 ഡെപ്പോസിറ്റ് വേണമെന്ന് ചോദിച്ചോ, 20% വാട്ടെവർ നമുക്ക് വേണ്ടത്. ഇത് റെഡി ആയിട്ട് അവിടെ ഇരിക്കണ്ടെങ്കിലോ, അതാണ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്. ഇത് 10 വർഷം മുമ്പ് ഞാനൊരു കിവി സേവർ എന്ന് പറഞ്ഞ സ്മോൾ ആക്ഷൻ തുടങ്ങിയിരുന്നെങ്കിൽ, ആ മടി കളഞ്ഞത് ചെയ്തിരുന്നെങ്കിൽ എനിക്കതിന് ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. അല്ലെങ്കിൽ ആ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നെ വീട് വാങ്ങാനുള്ള പൈസ നമ്മൾ അറേഞ്ച് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻ. അപ്പോൾ ഇനി അടുത്തത് ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് അറൗണ്ട് അസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളറിയാതെ നമ്മളുടെ സ്കിൽസിൽ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും നമ്മളറിയാതെ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒന്ന് കരിയർ ഗ്രോത്ത്, അഡീഷണൽ ഇൻകം, ബിസിനസ്, ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് കരിയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാം. നേഴ്സുമാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അവരുടെ ഫാമിലി ഉണ്ടെങ്കിൽ, ഒന്നില്ലേ അവരുടെ ഫ്രണ്ട്സെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഹിഡൻ ആയിട്ട് വലിയ പ്രശ്നമില്ലാണ്ട് പൈസ കിട്ടാവുന്ന വകുപ്പുകൾ അതിലുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരും ഹെൽപ്പ് ചെയ്തോ, കാരണം നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് അവരോട് ചോദിക്കാമല്ലോ. അതാണ് എന്റെ കൺസെപ്റ്റ്. ഒരാളെ സഹായിക്കുമേ, നമുക്ക് പറ്റിയില്ലെങ്കിലും അവരോട് പൈസ ചോദിക്കാനല്ല ഞാൻ പറയണേ, ഹെൽപ്പിന്റെ ഇതാണ് പറയണത്. PDRP കേട്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്? ചെയ്യാത്തവരാരെങ്കിലും അറിയോ?
അറിയാം. ഓക്കെ. PDRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സസിന് അറിയാം. അത് ഒരു ചെറിയ എഫേർട്ട് ഇട്ട് ചെയ്യാം. നമുക്ക് ഏതാണ്ട് $9,000 മിനിമം ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടാവുന്ന ഒരു കേസാണ് ഈ PDRP. മിനിമം ആണ് ഞാൻ പറയണത്. അതിന് മുകളിലേക്കാണ് ഈ സംഗതി പോകുള്ളൂ. അത് $3,000 തുടങ്ങി $4,000 വരെ പെർ ഇയർ അലവൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് 9,000 വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ 3,000 അല്ലാതെ 3,000 അപ്പോൾ $9,000 ആയില്ലേ. ഈ $9,000 അതായത് ഒരു വർഷം 3,000 വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് 3,000 ടു അതിൻ്റെതനുസരിച്ച് $4,500 ഉണ്ട്. എക്സ്പെർട്ട് ലെവലിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇത് മിനിമം നമുക്ക് പ്രൊഫഷണൽ ലെവലിൽ ചെയ്യാം. ഈ $9,000 നമുക്ക് വെറുതെ കിട്ടുന്നതാണ്. വെറുതെ മീൻസ് ഈ ഒരു ചെറിയ എഫേർട്ട് അത് ചെയ്യാനുള്ളൂ. പ്ലസ് ഇത് നമ്മളുടെ ആനുവൽ പേയിമേലേക്കാണ് ആഡ് ആവണേ. അപ്പോൾ വാട്ട് എവർ ആനുവൽ പേ നമുക്കുണ്ടോ അതിലേക്ക് $3,000 ആഡ് ആവാണ്. അപ്പോൾ ചെയ്യണവർക്ക് പീനൽ റൈറ്റ്സ്, ഓവർ ടൈം റൈറ്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്ത് പേ നമുക്ക് കിട്ടണ്ടോ ഇതിനെല്ലാം ആ അവൽ റേറ്റ് കൂടും. അപ്പോൾ ഈ 3,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്ത് 9,000 എന്ന് പറയുന്നതിന് പ്ലസ് പീനൽ റൈറ്റ്സ് കൂടി ഇതിൽ ആഡ് ആവും. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? ക്ലിയർ ആണോ? നമ്മുടെ അവറിൽ റേറ്റ് കയറാണ്. അപ്പോൾ ആ പീനൽ റൈറ്റ്സ് കൂടി ആഡ് ആകുമ്പോൾ ഇതൊരു മാസീവ് വാല്യൂ ആണ് ആ സാധനം. ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വർഷം 9,000 ലെറ്റ്സ് റൗണ്ട് ചെയ്തൊരു $10,000 നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചോ. ഇതിനെ ഡിവൈഡ് ബൈ 12 എത്രയാ? ആരാ കണക്കിന് ഏറ്റവും പിടിക്കാൻ? സ്കില്ലാണ്, കണക്ക് സ്കില്ലുള്ളവർ പറഞ്ഞേ. പെട്ടെന്ന് പറ. റഫ് സ്കില്ലുണ്ട്, പറ. റഫ് പറ. 820. ഓക്കെ, അതുപോലെ. ഇനി 3,000 നമുക്കൊന്ന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. പറ, എക്സാക്ട് ഒന്നും വേണ്ട, റഫ് ഫിഗർ മതി. 300, 250, 250 ഉറപ്പിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം $250. നമ്മുടെ പവർ ബിൽ എത്രയാ? റൈറ്റ്, 250 അല്ലേ? അപ്പോ ഈ പവർ ബില്ലിൽ കവറായി. ഒരു വർഷത്തെയല്ല, ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും അതിന്റെ അടുത്ത വർഷത്തെയും അത് കഴിയുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്താൽ അതിന്റെ അടുത്ത വർഷത്തെയും. മനസ്സിലായോ? അപ്പോൾ 200 വ്യത്യാസം പറഞ്ഞുണ്ടോ? ഇത് ഹിഡൻ ആയിട്ട് നമ്മൾ കിടക്കാണ്. ഇത് ചെയ്ത ആൾക്കാരുണ്ട്, വെൽ ഡൺ. ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഇത് വെറുതെ അല്ല, ഒരു ചെറിയ എഫേർട്ട് ഉണ്ട്. പക്ഷെ ആ ഒരു എഫേർട്ട് എത്ര നാൾക്ക് ചെയ്ത ആൾ പറയാം, എത്ര നാൾ എഫേർട്ട് ഉണ്ട്? 3-4 days അല്ലേ? 3-4 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ജോലി $3,000 തരും. അവല് റേറ്റ് എത്രയാ? അപ്പോ 4 ദിവസം എന്ന് പറയും പെർ ഡേയുടെ റേറ്റ് എത്രയാ? മനസ്സിലായി? അപ്പോ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് PDRP പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല, നമ്മളുടെ ഓൺ സ്കിൽസിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി ഉണ്ടെങ്കിൽ, നേഴ്സുമാരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എന്റെ വൈഫ് നേഴ്സ് ആണെങ്കിൽ അവര് 250 ഗുണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഫാമിലിക്കല്ലേ ഗുണം. നമുക്ക് ആ പൈസ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിലാണ് ഇത് കയറുന്നത്. അപ്പോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാം. ഹിഡൻ ഏതാണ്? ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോ ഹോസ്പിറ്റലിനെ ആവണമെന്നില്ല, ഏജ് കെയർ ഫെസിലിറ്റിയിൽ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ റീസൺസ് കൊണ്ട് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കണ്ടെങ്കിൽ സ്റ്റക്ക് ആവാണ്ടിരിക്കാം. ഒരു റെഡി ആയിട്ട് തുടങ്ങാം. ഞാൻ മാനേജറായി എന്താവും, പ്രശ്നമാവും, ഇവരൊക്കെ എന്ത് വിചാരിക്കും? ഈ തോട്ട്സ് ഒക്കെ കളയാം. നിങ്ങൾ അറിയില്ല, ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ മാനേജ്മെന്റ് പൊസിഷൻസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഈ നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോ തോന്നുന്ന എല്ലാ തടസ്സങ്ങളും മനസ്സിൽ എന്റെയും വന്നിട്ടുണ്ട്. നോട്ട് ഡിഫറെന്റ്, റൈറ്റ്? പക്ഷെ ഞാനതിനെ ഫൈറ്റ് ചെയ്തു. ഓപ്പർച്യൂണിറ്റീസ് വന്നു. യു നെവർ നോ. പിന്നെ ഇപ്പോ എന്തായി? എനിക്ക് കോൺഷ്യസ്ലി ചൂസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് വേണ്ടാന്ന് പറയാം. ഇവിടെ മാനേജർ ആവണോ? ഇവിടെ ഞാനില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ധൈര്യമായിട്ട് പറയാൻ കാരണം ഇതാണ്. ഈ ഹിൻഡ്രൻസ് നടന്നിട്ട് തന്നെയാണ് ഇത് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ തല്ല. അപ്പൊ നേഴ്സസിന് അത് ചെയ്യാം. ലീഡർഷിപ്പ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞ. എക്സ്ട്രാ ഇതുകൾ എടുക്കാം, പഠിക്കാം, മാസ്റ്റേഴ്സ് ചെയ്യാം. അതിന്റെ പേരിൽ പൈസ കൂടുതൽ ഇടുന്ന തോന്നാനുള്ള, പക്ഷെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കൂടും. അതെല്ലാം ഈ തടസ്സങ്ങളില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ട്യൂട്ടറിങ്, പലർക്കും നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ട്യൂട്ടറിങ് ചെയ്യാം, കിഡ്സിനെ ട്യൂട്ടർ ചെയ്യാം,
കോച്ചിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, കോച്ചിങ് കോഴ്സുകളുണ്ട്, എടുത്ത് കോച്ചിങ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മൾ സംസാരിച്ചു. ഇതിനൊന്നും ഒരു സ്കില്ല് വേണ്ട. നമുക്ക് ഇംഗ്ലീഷിൽ മാസ്റ്ററും ലിറ്ററേച്ചറും ഒന്നും വേണ്ട മലയാളം പഠിപ്പിക്കാൻ. പക്ഷെ എക്സലന്റ് ആയിട്ട് മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകർ വരെ ഇവിടെ ഉണ്ട് ന്യൂസിലൻഡിൽ. അതറിയോ? നാട്ടിൽ വളരെ എക്സലന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പല ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. അതിനൊന്നും നമുക്കൊരു ഇവിടുത്തെ ഒരു ഇതുപോലും വേണ്ട. ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കാം, ഫ്രീലാൻസ് സർവീസസ്, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കുക്കിംഗ് സർവീസുകൾ ഒരുപാട് നമുക്ക് ചെയ്യാം. ഇതിനൊന്നും ഒരുപാട് സ്ട്രഗിളിന്റെ ആവശ്യമില്ല. സ്ട്രക്ചർ വൈസ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താൽ ഇതിനൊന്നും വലിയ സ്ട്രെസ്സും ഇല്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ പലർക്കും ബിസിനസ് തുടങ്ങണം പെട്ടെന്ന്. എന്താണെന്ന് അറിയില്ല. ബിസിനസിന്റെ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയാൽ, ആരുടെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ബിസിനസ്സാണ്. ബിസിനസ് ചെയ്യാൻ ബിസിനസ് പഠിക്കണം, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. പക്ഷെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയത് ബിസിനസ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൊച്ചിന് മലയാളം പഠിപ്പിക്കാൻ ആരെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്റെ കൊച്ചിനെ മാത്രമല്ല ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ആധികാരികമായിട്ട് എനിക്ക് പറയാമല്ലോ എന്റെ കാര്യം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ പിന്നെ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യണമെന്നില്ല. ലേൺ ഗ്രാജുവലി, പതുക്കെ പതുക്കെ ചെയ്ത് ആ സ്ട്രക്ചറിൽ പോയ കാര്യങ്ങൾ ചെയ്യാം. സ്റ്റാർട്ട് സ്മോൾ. അഗെയിൻ വലിയ ഷോറൂം വന്നിട്ടും വലിയ എഡ്യൂക്കേഷൻ ഇത് വന്നിട്ടും ഞാൻ കോച്ച് ചെയ്യേണ്ട ആൾക്കാരെ ഇവിടെ ഭയങ്കരമായ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം കോവിഡിൽ പഠിച്ചൊരു ലെസൺ ഉണ്ട്, പവർഫുൾ ലെസൺ ആണ്. കോവിഡിൽ പഠിച്ച ലെസണിൽ വേൾഡ് തന്നെ ചേഞ്ച് ചെയ്തു. ലോകം തന്നെ ഇപ്പൊ ബേസിൽ ആദ്യം പറഞ്ഞല്ലോ, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് രീതികൾ ലോകത്ത് മാറി. നമ്മൾ അറിഞ്ഞല്ല, നമ്മളിപ്പോഴും ഏതാണ് ചെറുപ്പത്തിൽ കണ്ട ബിസിനസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ബിസിനസ്സുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. ലോകം തന്നെ ബിസിനസ്സിൽ ഇത് മാറി. കോവിഡ് ലോകത്തിനെ പഠിപ്പിച്ചൊരു വലിയ കാര്യമാണ്. അപ്പോ സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ബിൽഡ് സ്മോൾ. അപ്പൊ അതിൽ ഒരു ടിപ്പായിട്ട് പറഞ്ഞേക്കാണ്, ഗ്രോ വൈസ്ലി നോട്ട് ക്വിക്ലി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരാനല്ല നോക്കേണ്ടത്, വൈസായിട്ട് ചെയ്യാം. അതൊക്കെയാണ് ഈ ലെസൺസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മളിപ്പോ ഒരു കുറച്ച് സമയം, ഒരു 60 സെക്കൻഡ്സ് ഓർ മോർ ഒരു റിഫ്ലക്ഷൻ ആക്ടിവിറ്റി ആണ്. അതായത് എല്ലാവരും ഈ 3 കാര്യങ്ങളൊന്നും എഴുതാമോ? അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പാനും കൂടി ഒന്ന് പാസ് ചെയ്യാമോ? ഈ 3 കാര്യങ്ങളൊന്നും എഴുതി വെക്കേ. ഇതൊരു എക്സസൈസ് ആണ്, സെൽഫ് റിഫ്ലക്ഷൻ ആണ്. എഴുതിക്കോ. നമ്മൾ ആരും ബോധിപ്പിക്കാനല്ല, അവനവനെ മാത്രം. ത്രീ സ്കിൽസ് ഐ ഓൾറെഡി ഹാവ്. നമുക്ക് മാത്രമുള്ള 3 സ്കില്ല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ പോയി ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇത് പറഞ്ഞതൊക്കെ ഏതെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. ത്രീ സ്കിൽസ് ഐ ഓൾറെഡി ഹാവ്. നമുക്കുള്ള 3 സ്കില്ല്, അതില് നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒഴിവാക്കി വിടുന്ന, ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ആ സ്കിൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ആയിക്കോട്ടെ. 3ാമത് എഴുതേണ്ടത് ഈ ഓപ്പർച്യൂണിറ്റി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്കിൽസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാവുന്ന ഒരു ആക്ഷൻ എന്താണ്. ഞാൻ അതിനെ കുറിച്ച് ചെയ്യാൻ പോണത്. ഈ ആഴ്ച ഞാൻ ഇതിലൊരു കാര്യം ഡെഫിനറ്റ്ലി ചെയ്യും. അത് ചിലപ്പോൾ ഒരു ഗ്രോത്ത് ആവാം, ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തും ആയിക്കോട്ടെ, ഒരു ആക്ഷൻ. മൈക്രോ ആക്ഷൻസിന് ഭയങ്കര പവറാണ്. ഈ ആഴ്ച ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷൻ. ബിഗ് ആവാം, സ്മോൾ ആവാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് സ്റ്റക്ക് ആയിട്ട് ഇറങ്ങുന്ന ഐഡിയ ആയിരിക്കും ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോണേ.
തിങ്സ് ഐ വിഷ് ഐ ന്യൂ ഏർലിയർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ചില കാര്യങ്ങൾ എനിക്ക് മുമ്പ് അറിയാമായിരുന്നെങ്കിൽ ഇതിനും ബെറ്റർ ആയാണ്. ഞാൻ ബേൺ ഔട്ട് ചെയ്യേണ്ട സമയത്ത് ബേൺ ഔട്ട് ചെയ്യില്ല. ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഇതിന്ന് മറ്റേ ഗൈഡ് വീഡിയോ വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തിങ്സ് ഐ ന്യൂ ഐ വിഷ്. യാത്ര പോകുമ്പോൾ പോകേണ്ടത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പോകാനുള്ള സ്ഥലത്തിന്റെ പ്ലാൻ ഉണ്ടായിട്ടുണ്ട്. പോണ വഴിക്ക് ഏത് വഴിക്ക് പോ നമുക്കറിയാം, അവിടുത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അതിൽ പോകും. അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, ഒരു വഴി തടസ്സം വന്നാൽ വേറെ വഴി കൂടെ സഞ്ചരിച്ച് നമ്മള് യാത്രത്തിനടുത്ത് എത്തും. ഇതുപോലെ തന്നെയാണ് ലൈഫും. നമ്മള് എത്തേണ്ട സ്ഥലം മനസ്സിലാക്കി വെക്കും. എത്തേണ്ട സ്ഥലം മനസ്സിലാക്കി വെച്ചാലുള്ള നമ്മൾ അവിടെ എങ്ങനെയും എത്തിപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെയാണ് യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയിൽ തടസ്സം വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വഴി മാറി പോകാൻ നമുക്ക് വലിയ ഹിൻഡ്രൻസ് ഒന്നുമില്ല. അല്ലാതെ ഒന്നും നമ്മൾ വിചാരിക്കാനില്ല. അപ്പോ ഇത് അതുപോലെ തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലം തീരുമാനിക്കും, അല്ലെങ്കിൽ ചെയ്യേണ്ട ഔട്ട്കം എന്ന് പറയും. ഔട്ട്കം എന്താണെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചാൽ അതിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും നമ്മൾ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. ലൈഫിൽ ചലഞ്ചസ് വരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അതായത് ഒരു ചലഞ്ച് വരുമ്പോൾ ആ ചലഞ്ചിനെ എങ്ങനെ കാണുന്നു, അതൊരു ചലഞ്ചാണോ അതോ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ, അതോ എനിക്ക് ഞാനൊരു യാത്ര പോകാനോ ഈ യാത്രത്തിന്റെ സ്ഥലം അവിടെയാണ് ബ്ലോക്ക് വന്നു, അപ്പോ അടുത്തുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി ചിലപ്പോ വൈകുമായിരിക്കും, നമ്മൾ ഉദ്ദേശ സമയത്ത് എത്തില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ തന്നെ. ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മള് അവസാന യാത്രയിലെത്തും. അപ്പൊ ലൈഫിനെ അങ്ങനെ കാണണം. ഓരോ ലക്ഷ്യങ്ങളെയും നമ്മള് ലൈഫിലെ ലക്ഷ്യങ്ങളെയും ഓരോ യാത്രയായിട്ട് കാണുക. ഈ യാത്രയിലെ തടസ്സങ്ങളോ ഇതുകളോ നമ്മൾ പ്രതീക്ഷിക്കുക, പക്ഷെ അത് മാനേജ് ചെയ്യാനുള്ള കരുത്തും അതിന്റെ ആയുധങ്ങളും അതിന് വേണ്ട സജ്ജീകരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും നമുക്ക് വലിയ പ്രശ്നമായിട്ട് കൊടുക്കും. ഇതാവുമ്പോൾ എല്ലാ തടസ്സങ്ങളും ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് നമ്മളൊരു യാത്ര പോകും. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് വീഡിയോ അല്ല. ഞാൻ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഇന്നലെ വൈകുന്നേരം റെക്കോർഡ് ചെയ്തതാണ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. നമ്മള് ബാക്കിൽ പിള്ളേർ കളിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ പറയാ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ പിള്ളേർ കളിക്കുന്ന മ്യൂസിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊച്ചു വന്നു പോണ്ട് ആളുടെ ഇത് കാണാം. ഞാൻ പെർഫെക്ഷന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല. എനിക്കൊരു മെസ്സേജ് ചെയ്യണം, ഇന്നലെ ചെയ്തു. അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് ഇന്ന് പ്ലേ ചെയ്തു. ഇതാണ് എക്സാമ്പിള്. മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. പെർഫെക്ഷൻ ഇല്ലാണ്ടും മെസ്സേജിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ലൈഫിൽ ബിസിനസ് ചെയ്യുമ്പോഴും എന്തും ആയിക്കോട്ടെ, പെർഫെക്ഷന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് സ്മോൾ. ഓക്കെ, ഇനി തിങ്സ് ഐ വിഷ് ഐ ന്യൂ ഏർലിയർ നമ്മുടെ സെഷന്റെ അവസാനത്തേക്ക് വരാണ്. പക്ഷെ ഇത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. അപ്രീസിയേഷൻ ചേഞ്ചസ് പെർസ്പെക്റ്റീവ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഡിഫിക്കൽറ്റി വന്നു, സാമ്പത്തിക ആയിക്കോട്ടെ, ലൈഫിൽ ബുദ്ധിമുട്ടായിക്കോട്ടെ, ഫാമിലി പ്രശ്നം, അന്നേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. മോട്ടിവേഷൻ വരാനല്ല നമ്മൾ കാത്തിരിക്കണേ, സ്ട്രക്ചറിന് വേണ്ടിയാണ്. സ്റ്റാർട്ട് ബിഫോർ യു റെഡി. അഗെയിൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. നമ്മൾ റെഡി ആവണമെന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്? പിന്നെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടും, ആ യാത്രയിലേക്ക് എത്തിപ്പെടും. എവരി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, എവരി ഗോൾ ഇസ് എ ഡെസ്റ്റിനേഷൻ. പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ജേണിയിലാണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ അത് എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിക്കും ഓട്ടോമാറ്റിക്കലി. യൂസ് വാട്ട് യു ഓൾറെഡി ഹാവ്. റൈറ്റ്? ഞാനും വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. എനിക്ക് ബിസിനസ് തുടങ്ങാനായിട്ട്, കാർ ഷോറൂം തുടങ്ങിയിട്ട് ബിസിനസ് തുടങ്ങാം, മാർക്കറ്റിംഗ് തുടങ്ങാം. അപ്പൊ എന്റെ മനസ്സ് പറയുന്നതാണ്, ഓക്കെ ഞാൻ ഈ മാർക്കറ്റിംഗ് പോയി ചെയ്തിട്ട് എനിക്ക് ഷോറൂമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷോറൂം എല്ലാം തുടങ്ങി, എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ഷോറൂം ഒക്കെ ചെയ്തതാണ്. പക്ഷെ വേൾഡ് മാറി അതിന്റെ ഇടയ്ക്ക്. റൈറ്റ്? ലോകം മാറി. അപ്പോ ഷോറൂം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഷോറൂം അടച്ചിട്ടുണ്ട് കോവിഡിന്. മാസങ്ങളോളം ഷോറൂം അടച്ചു. കാരണം ഗവൺമെന്റ് ഇന്ന് മെസ്സേജ് വിടും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കോവിഡ് ലോക്ക്ഡൌൺ പറഞ്ഞേക്കാളൊക്കെ മുമ്പ് തലേദിവസം 4 മണിക്ക് 30-60 കാറുകൾ എടുക്കുമ്പോഴാണ് ജസീന്ദ ഏട്ടന്റെ മെസ്സേജ് പറഞ്ഞേ. എനിക്ക് മെസ്സേജ് വിട്ടതല്ല, എല്ലാവർക്കും. ഇന്ന് 4 മണിക്ക് എല്ലാ ഷോപ്പ് അടയ്ക്കണം. 2-3 മണിക്കൂറാണ്. 30 വണ്ടി പോർട്ടിൽ കിടക്കാണ് വന്നിട്ട്. അത് പോർട്ടിൽ പോലും സ്ഥലമില്ല. മനസ്സിലായോ?
അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പൊ ലോകം ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ സിസ്റ്റംസ് എനിക്ക് അറിഞ്ഞു. അപ്പൊ അന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത സിസ്റ്റംസ് ആണ്, കാരണം ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്തു. സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് പ്രശ്നം വരും. യൂസ് വാട്ട് യു ഓൾറെഡി ഹാവ്. നമ്മൾ പറഞ്ഞു, ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഷോർട്ട് ടൈമിലായതുകൊണ്ട് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കാൻ മനസ്സിലാവും, ഇഫ് യു യൂസ് വാട്ട് യു ഓൾറെഡി ഹാവ്, നമുക്കുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അതിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല അതിന്റെ റിസൾട്ട് വരാൻ പോണേ. സ്മോൾ ആക്ഷൻസ് മാറ്റർ. ഇതും ഞാൻ അറിഞ്ഞെങ്കിൽ, ഞാൻ ബിഗിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അത് പണ്ടറിഞ്ഞെങ്കിൽ അത്ര നല്ലതായിരുന്നു. ഇന്നറിയാം, ഐ എം ഗ്ലാഡ്. റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ റിലേഷൻഷിപ്സിലാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. റിലേഷൻഷിപ്സിന് വാല്യൂ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇതൊരു ചർച്ചിന്റെ കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, പുറത്ത് കണക്ഷൻസ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നമ്മളെ ലൈഫിനെ അത് സഹായിക്കും. ഒരു ഇതിൽ തന്നെ ലിമിറ്റ് ചെയ്ത് നിൽക്കാതെ ആസ് മച്ച് ആസ് ഇൻവോൾവ് ചെയ്ത് ആസ് മച്ച് ആസ് നമ്മളെ ആൾക്കാർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെ വരും. യു നെവർ നോ. ചിലപ്പോൾ ഒരു മെന്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വേറൊരാളായിരിക്കാം നമ്മുടെ ഒരു സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തരണേ. ചിലപ്പോൾ ആയിരിക്കാം. ലാസ്റ്റ് പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഗ്രോത്ത് ഷുഡ് നോട്ട് കോസ്റ്റ് യുവർ ഫാമിലി. അത് ഞാൻ മനസ്സിലാക്കിയ ലെസൺ. ഞാൻ ഒരുപാട് പേരെ കോച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. എനിവേ, എൻ്റെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ 100% കോൺഫിഡൻഷ്യലാണ്. അതാണ് എനിക്ക് ഇത്ര നാളുകളായിട്ട് ഉള്ള എൻ്റെ ഏറ്റവും അഭിമാനപരമായി പറയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. അതായത് ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത് അതുകൊണ്ടായിരിക്കും. ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പ്രൗഡായിട്ട് പറയുന്നതാണ്. ഞാൻ കോച്ച് ചെയ്യുന്നത് ഭാര്യയ്ക്ക് അറിയാം. അതായത് എൻ്റെ ക്ലയൻസ്, എൻ്റെ ഫോൺ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നമ്മൾ സെൻസിറ്റീവ് ഇഷ്യൂസ് ആണ്. എല്ലാം സെൻസിറ്റീവ് ഇഷ്യൂസ് അല്ല, പക്ഷെ നമ്മൾ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിവിടെ സ്റ്റക്കായി കിടക്കുന്ന പ്രശ്നം, നമുക്ക് സേഫ് നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പേടിയാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, അവരിനി നാട് മുഴുവൻ പരത്തുന്നുള്ളതാണ്. അപ്പൊ അതിനാണ് പ്രൊഫഷണൽ ഹെൽപ്പും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. എന്തും ആയിക്കോട്ടെ പ്രശ്നം. ഞാൻ സാഡ്ലി കണ്ട കുറെ കാര്യങ്ങളാണ്. പല ആൾക്കാരും ഹെൽപ്പ് എടുക്കാതെ വളരെ മെസ്സി ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻസ്, ഫാമിലി ലൈഫ് കാര്യങ്ങളായിട്ട്. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവര് ഒരു ഹെൽപ്പിനും പിടുത്തില്ല. അവരെ സപ്പോർട്ട് ചെയ്ത് ആരാണ്? അവരുടെ നാട്ടിലുള്ള ചേച്ചി അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മ. ഇവരൊക്കെ ഇമോഷൻസ് മിക്സ് ചെയ്തവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണേ. റൈറ്റ്? ഇവര് പറയണ ഇതാണ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടടുത്ത് എടുത്തേ പറ്റൂ. അപ്പോ അതുപോലെ ബിസിനസ്, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, എനിക്കിതെല്ലാം ചെയ്യണം, ശരിയാണ്, റൈറ്റ്? പക്ഷെ നമ്മൾ തിരക്കായിട്ട് നടക്കുമ്പോൾ ഒരു വേറെ സൈഡ് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്ടാവില്ല. നമ്മള് നമ്മുടെ ബിസി ആയിട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് നടക്കണമെന്ന് മനസ്സിലാക്കാൻ ടൈമില്ല. ബിക്കോസ് വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ യുവർ ഷോൾഡർ. നമുക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന പിന്നെ മറ്റേ പേഴ്സൺ എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ നമുക്കും അറിയില്ല. നമുക്ക് നമ്മുടെ റീസൺസ് ഉണ്ട്, അത് ന്യായമാണ്. അപ്പോ ഫാമിലിനെ ഇത് ചെയ്യാതെ നമ്മുടെ പിള്ളേര് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യും. അവരറിയണ്ടാവില്ല. അവർ ചിലപ്പോൾ പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പോലെ, എന്താണ് കിഡ്സ്, അത് രണ്ട് ക്രീച്ചേഴ്സ്, അതിലൊക്കെ നടക്കുന്ന രണ്ട് ക്രീച്ചേഴ്സ് എന്നും നമുക്ക് തോന്നാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പിള്ളേര് സ്ട്രഗിൾ ചെയ്യണ്ടാവും. പക്ഷെ ഇതെല്ലാം ബ്യൂട്ടിഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് നമ്മൾ ചെയ്യണമെങ്കിൽ, ലൈഫ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, ഈ പറഞ്ഞ ഇതുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതിനും കോംപ്രമൈസ് ചെയ്യാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ബിസിനസ്. ഇതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരിക്കലും എന്ന് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നല്ല ഞാൻ പറയണം. മനസ്സിലായി? ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം അത് ചെയ്യേണ്ടവന്നത് ചെയ്താലേ ശരിയാവുള്ളൂ. ബിസിനസ് ചെയ്യണവൻ ബിസിനസ് തന്നെ ചെയ്യണം, അല്ലാതെ അവൻ വേറെ സ്ഥലത്ത് പണിയെടുത്തിട്ട് കാര്യമില്ല. പക്ഷെ അതിന് രീതിയുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്താൽ അതിന് നല്ലൊരു കാര്യം വേറെ ലോകത്തില്ല എന്ന് പറയാം എന്നുള്ളത്. അപ്പൊ ഒരിക്കലും ഫാമിലിനെ കോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ്ടിരിക്കുക. അതൊരു വലിയൊരു ലേണിംഗ് ആണ്. ലക്കിലി ഞാനൊരു ടൈമിൽ റിയലൈസ് ചെയ്തു, ഐ വാസ് ദ ബിസിയസ്റ്റ് മാൻ, റൈറ്റ്? മില്യൺസ് ഓഫ് ഇതിന്റെ ചലഞ്ചസ് എല്ലാം ശരിയാണ്, റൈറ്റ്? ആലോചിച്ചു, ആര് കേട്ടാലും പറയില്ലേ, നിങ്ങൾ പറയില്ലേ, ഇത്ര അധികം ഇതിന്റെ കാറിന്റെ സ്റ്റോക്കിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ബിസിനസ് മാൻ ആണ്. അപ്പോ പുള്ളിക്ക് തിരക്ക് വരും, അത് സ്വാഭാവികമാണ്. ആരായാലും മനസ്സിലാക്കും, എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എൻ്റെ ഫാമിലിയുടെ ലൂസ് ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് നാളെ അതിന് വാല്യൂ കണ്ടെത്താൻ പറ്റിയത് വരില്ല. അത് ഞാൻ ലക്കിലി ഏർലി മനസ്സിലാക്കി ഞാൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ടൈം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കോസ്റ്റിലാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കിഡ്സിന് ടൈം കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി ടൈം കൊടുക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, കോച്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്ട്രെസ് എനിക്കോ ഫാമിലിക്കോ കൊടുക്കാതെ
ചെയ്യാൻ പറ്റും. അതും പോസിബിൾ ആണ്. അതിന് റൈറ്റ് ഗൈഡൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ടൂ മച്ച് ഇൻഫർമേഷൻ ആയോ എന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ പോലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്ഷൻ, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റിയാൽ എൻ്റെ ഔട്ട്കം സക്സസ് ആയി. ഞാൻ വളരെ സന്തോഷമായിരിക്കും. ഐ ബിലീവ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോട്ട്സ് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സർവീസുകൾ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ helping people change their experience, skills and ideas into better opportunities and additional income. അതായിരുന്നല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൽ പറയണേ. ഞാൻ ഹെൽത്ത് കെയർ കരിയർ മെന്ററിംഗ് ഉണ്ട്, IQN OSCE ഗൈഡൻസ്. നിങ്ങളുടെ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, OSCE പാസ്സാവാനോ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ അവർ ഫസ്റ്റ് ടൈം എഴുതാണെങ്കിൽ പോലും ഐ റെക്കമെൻഡ് സ്ട്രക്ചേർഡ് ഗൈഡൻസിൽ കാര്യങ്ങൾ ചെയ്ത് സിമ്പിളായിട്ട് പോകും. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഒരുപാട് പേർക്ക് CV ഇന്റർവ്യൂ സപ്പോർട്ട് ഭയങ്കര കാര്യമാണ്. ഇന്റർവ്യൂ കോച്ചിങ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ടാക്കിൾ, ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ജോലി വേണ്ട സമയത്ത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേ ചൂസ് റൈറ്റ്, ഇത് പറ്റിയിട്ടുണ്ട്. പ്രൊഫഷണൽ ബിസിനസ് ഗ്രോത്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. അത് ബിസിനസ്സിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, പ്രൊഫഷണലായ ഗ്രോത്തിലായിക്കോട്ടെ. റിസർച്ച് കോച്ചാണ്. അപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് വെച്ചാണ് ചെയ്യുന്നത്. സയന്റിഫിക് ഫ്രെയിം വർക്കാണ്. അതൊരു റാപ്പിഡ് റിസർച്ച് മോഡലാണ്. അപ്പോൾ നമ്മൾ ഒരു സയന്റിഫിക് ഫ്രെയിം വർക്ക് വെച്ച് അത് ആരായിക്കോട്ടെ, മാനേജേഴ്സോ പെർഫോമൻസ് ചെയ്യേണ്ടവരോ ഒന്നും വേണ്ട, ഒരു ചെറിയ തട്ടുകട നടത്തുന്ന ആൾക്കാണെങ്കിൽ പോലും ഇത് ഗുണം ചെയ്യും. കാരണം ലൈഫാണ്, നമ്മളെയാണ് മാനേജ് ചെയ്യേണ്ടത്. എവറിത്തിങ് എൽസ് കംസ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. എന്നെ കേട്ടുന്നതിന് വളരെ നന്ദി. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഹെൽപ്സ്. ഓക്കെ, താങ്ക് യു.